അക്ഷയ തൃതീയയ്ക്ക് സ്വർണ്ണാഭരണം വാങ്ങിക്കല്ലേ, നഷ്ടം വരിക. ഇങ്ങനെ ചെയ്യേണ്ടത് ഇത്. സ്വർണം വാങ്ങാനിരിക്കുന്നവരെയും വ്യാപാരികളെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസമാണ് അക്ഷയ തൃതീയ. ഈ ദിവസം സ്വർണം പോലുള്ള വിലയേറിയ വസ്തുക്കൾ വാങ്ങിക്കുന്നത് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സമ്മാനിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. എല്ലാ വർഷത്തെയും അക്ഷയ തൃതീയ നാളില് വലിയ അളവിലാണ് സ്വർണം വിറ്റഴിക്കാറുള്ളത് എന്ന് ജ്വല്ലറി വ്യാപാരികൾ വരെ സാക്ഷ്യപ്പെടുത്തുന്നു. നിലവിലെ സ്വർണ്ണവിലയുടെ കുതിച്ചുചാട്ടം ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. 10 വർഷം മുൻപുള്ള അക്ഷയ തൃതീയ നാളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 4 ഇരട്ടി അധികമാണ് ഇപ്പോഴത്തെ സ്വർണ്ണവില. അധികം വൈകാതെ സ്വർണ്ണവില പവന് 1 ലക്ഷം തൊട്ടേക്കും എന്ന തരത്തിലുള്ള പ്രവചനങ്ങളും വരുന്നുണ്ട്. വില ഉയരുന്നതിനാൽ ഈ അക്ഷയ തൃതീയയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണോ വേണ്ടയോ എന്നത് ശരിയായി ആലോചിക്കേണ്ട ഒന്നാണ്. ഇന്ന് 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 8,940 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം 9,000-ന് മുകളിലായിരുന്നു പവന് വില. അക്ഷയ തൃതീയയ്ക്ക് എന്നല്ല, പൊതുവെ എല്ലാവരും സ്വർണത്തിന്റെ ആഭരണങ്ങളാണ് വാങ്ങിക്കാറുള്ളത്. നിക്ഷേപത്തിനൊപ്പം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്നതിനാലാണ് ഇത്. എന്നാൽ ഇത് അത്ര ബുദ്ധിപരമായ തീരുമാനമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. നിർമ്മാണ ചാർജുകൾ, GST, വിൽപ്പനക്കാരന് വഹിക്കുന്ന മറ്റ് അധിക ചെലവുകൾ എന്നിവയെ ആശ്രയിച്ച് സ്വർണ്ണാഭരണങ്ങളുടെ യഥാർത്ഥ വില കൂടുതലായിരിക്കും. എന്നാൽ ആഭരണങ്ങൾ